വെച്ച് നോക്കാം. പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചോറ് കഴിക്കുന്ന ഒരു ഇതാണ്. ചോറും നമ്മുടെ നങ്ക് ഇതാ തേങ്ങാപ്പീരിയിട്ട് വെച്ച നങ്കാണ്. നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി എണ്ണയൊക്കെ ഒഴിച്ചതാണ്, പച്ച എണ്ണയൊക്കെയാണ് ഒഴിച്ചേക്കുന്നത്. ഇതാണ് സൂപ്പ്. അടുത്തതാണെങ്കിൽ നമ്മുടെ മീൻകറിയാണ്. മീൻകറിയുടെ ടേസ്റ്റ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. മീൻകറിയുടെ ടേസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച മാങ്ങയാണ് ഇതിനകത്ത് അരിഞ്ഞിട്ടേക്കുന്നത്. പച്ച മാങ്ങയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മീൻ വറുത്തതാണ്. മീൻ വറുത്തതിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, വളരെ ടേസ്റ്റ്. കൂടെ ആദ്യം ഞാൻ മീനെല്ലാം പറക്കി കഴിച്ച് നമ്മുടെ ഈ പച്ചമോരും കൂടെ നമ്മുടെ ഈ പറമ്പിൽ തന്നെ ഇല്ല കാന്താരിയാണ്. ഈ കാന്താരി നമ്മളിങ്ങനെ നേരടി അതിനകത്ത് നന്നായിട്ട് നേരടിയിട്ട് ആ എരിവും കൂടെ അങ്ങ് ഒഴിച്ച് ചോറിനകത്ത് ഒഴിക്കാം. ചോറിനകത്ത് ഒഴിച്ചതിന് ശേഷം ഈ മീനെല്ലാം ഓരോ പീസ് എടുത്ത് മുളക് കാന്താരി അങ്ങ് മാറ്റി വെച്ച് മാങ്ങയും ആ മീനും ഒക്കെ എടുത്ത് ഇതിങ്ങനെ ആ പച്ചമോരും കൂടെ ഒന്ന് കുഴച്ച് നമ്മളിങ്ങനെ ഒരു പിടിയാണ്. മോരാണ്, നല്ല ടേസ്റ്റാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ.